എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സാരനാഥിലാണ് എത്തിയിരിക്കുന്നത്. വാരണാസിയിൽ നിന്നും 12 കിലോമീറ്റർ അകലെയാണ് സാരനാഥ്. സാരനാഥ് ബുദ്ധമത വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഭാരതത്തിൽ 4 പ്രധാനപ്പെട്ട ബുദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ഒന്ന് ലുംബിനി, ബുദ്ധൻ്റെ ജന്മസ്ഥലം. രണ്ടാമത് ബോധഗയ, ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം. മൂന്നാമത്തേത് സാരനാഥ്, അതായത് ബുദ്ധൻ ആദ്യമായി തൻ്റെ ധർമ്മപ്രചാരണം 5 ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുത്ത സ്ഥലമാണ് സാരനാഥ്. നാലാമത് കുശിനഗർ, ബുദ്ധൻ്റെ സമാധി അടഞ്ഞ സ്ഥലം. ഇതിൽ സാരനാഥ് എന്ന് പറഞ്ഞ ബുദ്ധൻ ആദ്യമായി തൻ്റെ 5 ശിഷ്യന്മാർക്ക് ബുദ്ധമതം പഠിപ്പിച്ച അല്ലെങ്കിൽ ബുദ്ധൻ്റെ പ്രധാന ആശയങ്ങൾ പകർന്നു നൽകിയ സ്ഥലം ആണ് സാരനാഥ്. സാരനാഥിലെ 4 പ്രശസ്ത മന്ദിരങ്ങളിൽ മൂലഗന്ധകുടി വിഹാര എന്ന ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മഹാബോധി സൊസൈറ്റി സ്ഥാപകനായ അങ്കാര ധർമ്മപാലിൻ്റെ പ്രതിമയാണ് നമ്മളുടെ മുന്നിൽ കണ്ടത്. അദ്ദേഹമാണ് ഈ ക്ഷേത്രം 1931 പുനർനിർമ്മിച്ചത്. ജ്ഞാനോദയം ലഭിച്ച ശ്രീ ബുദ്ധ ഭഗവാൻ തൻ്റെ ആദ്യത്തെ പ്രഭാഷണം നൽകാനായി തിരഞ്ഞെടുത്ത സ്ഥലമാണ് സാരനാഥ്. അവിടെ അദ്ദേഹം വിശ്രമിച്ച മത്സ്യഗന്ധ രാജാവ് സമ്മാനിച്ച ക്ഷേത്രമാണ് ഇന്ന് ക്ഷേത്രമായിട്ട് പരിണമിച്ചിരിക്കുന്നത്. ഇത് 1931 ഈ ക്ഷേത്രം പണി കഴിഞ്ഞത്. ലോകമെമ്പാടുമുള്ള ബുദ്ധമതവിശ്വാസികളുടെ സംഭാവനയാലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് മാർബിളിൻ്റെ മുകളിൽ കരിങ്കല്ലിൽ തീർത്ത ബുദ്ധൻ്റെ ഒരു വിഗ്രഹമുണ്ട്. ആ ബുദ്ധ വിഗ്രഹത്തിൽ സ്വർണം പൊതിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ചുറ്റും അമ്പലത്തിനകത്ത് ചുവർ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ജപ്പാനിൽ നിന്നുള്ള വിഖ്യാത ചിത്രകാരനായ കോംസി നോസു ആണ് 1936 ഈ ചുവർ ചിത്രങ്ങൾ ഇവിടെ രചിച്ചത്. വളരെ മനോഹരമായ ചുവരെഴുത്തുകൾ കൊണ്ട് ശാന്തമായ ഒരു ആധ്യാത്മിക അന്തരീക്ഷം നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ അലൗഡാണ്, മൊബൈലും ക്യാമറയെല്ലാം അലൗഡാണ്. പക്ഷേ നമുക്കൊരു ചെറിയ സംഖ്യ അവിടെ ഡൊണേഷനായിട്ട് നമുക്കവിടെ ഭണ്ഡാരത്തിൽ ഇട്ടാൽ മതി. വളരെ നിസ്സാരം സംഖ്യയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ മൂലഗന്ധകുടി വിഹാര പുനർനിർമ്മിക്കപ്പെട്ട് ഇന്ന് മഹാബോധി സൊസൈറ്റിയാണ് ഇതിൻ്റെ എല്ലാ ചടങ്ങുകളും നടത്തിക്കൊണ്ടിരിക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതും. ഈ ക്ഷേത്രത്തിനോട് തൊട്ടു ചേർന്ന് തന്നെയാണ് ശ്രീ ബുദ്ധ ഭഗവാന്റെ ധർമ്മേക് സ്തൂപ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഈ ക്ഷേത്രത്തിൽ നിന്നുമുള്ള പ്രവേശന കവാടം അവിടെ അടച്ചിരിക്കുന്നത് മൂലം നമുക്കതിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. നേരെ പുറത്തിറങ്ങി മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്തൂടെ വേണം നമുക്ക് ടിക്കറ്റ് എടുത്ത് വേണം ധർമ്മേക് സ്തൂപ കാണാനായിട്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ക്ഷേത്രത്തിൽ തകർക്കപ്പെടുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമാണ് ഈ കാണുന്ന മണി. ബ്രോൺസിൽ നിർമ്മിച്ച ഈ മണി ജപ്പാൻ രാജകുടുംബം സംഭാവന നൽകിയതാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് 6 മണിക്ക് ഈ മണി മുഴങ്ങും. 3 കിലോമീറ്റർ വരെ ഇതിൻ്റെ ശബ്ദം കേൾക്കും. ഇതോടൊപ്പം തന്നെ ബുദ്ധഭഗവാൻ ആദ്യമായി തൻ്റെ 5 ശിഷ്യന്മാർക്ക് ബുദ്ധധർമ്മത്തിൻ്റെ പ്രധാന ആശയങ്ങൾ പകർന്നു നൽകിയതിൻ്റെ ചിത്രീകരണം എന്ന നിലയിൽ ആ രൂപങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബോധഗയയിലെ ബോധി വൃക്ഷത്തിൻ്റെ അടുത്ത തലമുറ ഇവിടെ നട്ടു വളർത്തപ്പെട്ടിരിക്കുന്നു. ബുദ്ധധർമ്മത്തിലെ ധർമ്മ ഓഫ് വീൽസ് ഇവിടെയുണ്ട് എല്ലാ ഭക്തന്മാർക്കുമായിട്ട്. സാർനാഥിൻ്റെ പ്രധാനപ്പെട്ട ധാർമ്മിക സ്തൂപ, അശോകസ്തംഭം, അവയുടെ വീഡിയോവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.